തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തെരച്ചിൽ നടത്തുന്നത് 29 മണിക്കൂർ പിന്നിട്ടു. ലക്ഷ്യം കണ്ടിട്ടില്ല. ഇതുവരെ 5ാം പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലേക്ക് സ്കൂബ ടീം പരിശോധിക്കാൻ ഇറങ്ങി. വൈകിട്ടോടെ നേവിയും തെരച്ചിലിന്റെ ഭാഗമാണ്. ഇത്രയും നേരം ഒരു കുഴപ്പമില്ല. ഫ്രീക്വൻസി എത്രയാണ്? സ്വാന്തന സാജു ചേരുന്നുണ്ട്. സ്വാന്തന, ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണ്. പക്ഷേ രക്ഷാപ്രവർത്തകരുടെ കാര്യവും വളരെ കഷ്ടമാണ്. ഇത്ര മണിക്കൂറുകളായി തെരഞ്ഞിട്ടും ഒരു സൂചനയും ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. അത്രയധികം മാലിന്യം അവിടെ അടിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ എന്താണ് രക്ഷാപ്രവർത്തനത്തിൽ പുതുതായി ചെയ്യാൻ പോകുന്നത്? നാവിക സംഘം എത്തുന്നുണ്ട്. അതുകൂടി എത്തുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ സംഘത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ധന്യ, 28 മണിക്കൂർ പിന്നിടുകയാണ് ജോയിയെ കാണാതായിട്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള ശ്രമവും ജോയിയെ കണ്ടെത്തുവാൻ ആ കാണാതായ നിമിഷം മുതൽക്ക് തന്നെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിലാണ്. ഈ ഒരു തുരങ്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിനടിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് 2 വഴിയിലൂടെയാണ് നമുക്ക് ആക്സസ് ഉള്ളത്. അത് ട്രാക്കിലൂടെ 2 വഴിയിലേക്കാണ് നമുക്ക് ആക്സസ് ഉള്ളത്. അത് 3ാം നമ്പർ പ്ലാറ്റ്ഫോമിനും 4ാം നമ്പർ പ്ലാറ്റ്ഫോമിന് ഇടയിലുള്ള മാൻഹോളിലൂടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിന് അടുത്തായുള്ള ഈ പ്ലാറ്റ്ഫോമിന് അടുത്തായുള്ള ഈ മാൻഹോളിലൂടെയുമാണ് ഇതിനുള്ളിലേക്ക് കയറാൻ നിലവിൽ സാധിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് സമയം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ തുരങ്കത്തിന്റെ മറുവശത്ത്, അതായത് ഈ ജോയി അപകടത്തിൽപ്പെട്ടതിന്റെ നേരെ എതിർവശത്ത് നിന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് അവിടെയൊക്കെ ഒരു സെർച്ച് നടത്താനുള്ള ശ്രമമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അത് വിജയകരമായി തന്നെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുകയും ചെയ്തു. സ്കൂബ ടീം അംഗങ്ങളാണ് അതിനുള്ളിൽ പോയി സെർച്ച് നടത്തിയത്. അവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റിടങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും വേസ്റ്റ് അവിടെ അടിഞ്ഞു കൂടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല അകത്ത് പോയി ചെക്ക് ചെയ്യാൻ. നടുവരി 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം വരെയാണ്, അതായത് ഈ തുരങ്കത്തിന്റെ മറുഭാഗത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ഭാഗം, ഇപ്പോൾ കാണുന്ന ഈ മാൻഹോളിന് അവിടം വരെയാണ് അവർക്ക് വരുവാൻ സാധിച്ചത്. അവിടം വരെ വന്നാണ് അവർ ആ ഒരു തിരച്ചിൽ നടത്തിയത്. അവിടെ നിന്നും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കാണുന്ന പോലെ ഈ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ നേരത്തെ നിന്ന് ആ 3നും 4നും ഇടയിലുള്ള ഒരു മാൻഹോൾ ഉണ്ട്. ആ ഒരു പ്രദേശത്തേക്ക് പോയി ഒന്നുകൂടി തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. രാവിലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. രാവിലെ ഈ 3ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയതിന് അവിടെയുള്ള മാൻഹോളിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള മാൻഹോളിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. ഏതാണ്ട് 40 മീറ്റർ ഒരു വിജയകരമായി തന്നെ ഉള്ളിലേക്ക് വന്ന തിരച്ചിൽ നടത്തുകയും ചെയ്തു. പക്ഷേ 40 മീറ്റർ വന്നപ്പോഴേക്കും പിന്നീട് അവിടെ ഈ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ഒരു തരത്തിലും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത അവർക്കുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ നമ്മൾ ഈ ഉദ്യോഗസ്ഥരോട് ഈ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാലിന്യം കട്ട പോലെ ഏതാണ്ട് ഈ കല്ല് പോലെ ആയിരിക്കുകയാണ്. അതിനകത്തുകൂടി വന്ന് ഒരു തിരച്ചിൽ നടത്തുക എന്ന് പറഞ്ഞാൽ തീരെ ദുഷ്കരമാണ്. അത് മാത്രവുമല്ല ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ മണം അവർക്ക് അപ്പോൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഓക്സിജന്റെ ലഭ്യത തീരെയും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വന്ന് നോക്കാനുള്ള ഏതാണ്ട് 40 മീറ്ററിനപ്പുറത്തേക്ക് വന്ന് നോക്കാനുള്ള ഒരു സാധ്യത അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. പകരം ഇപ്പോൾ ഈ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടുന്ന് 3ാം നമ്പറിലേക്ക് പോയി
പ്ലാറ്റ്ഫോമിന് അവിടെയുള്ള ആ മാൻഹോളിലേക്ക് പോയി ഒരു തിരച്ചിൽ നടത്താമെന്ന രീതിയിലാണ് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പത്തനംതിട്ട ടീം അംഗങ്ങൾ കൂടി സ്കൂബ ടീം അംഗങ്ങൾ കൂടി ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവരും ഈ 5 നമ്പർ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന തിരച്ചിൽ സംഘത്തിനൊപ്പം അല്പസമയത്തിനകം ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിവിടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഉടൻ അവരും ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാവിലെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നതാണ് കൂടുതൽ ടീമിനെ പ്രത്യേകിച്ച് കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങളെയും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് ടീം അംഗങ്ങളെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. കൊല്ലത്ത് നിന്നുള്ള സംഘം കുറച്ച് സമയം മുമ്പ് തന്നെ എത്തിയിരുന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള സംഘമാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേവിയുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരത്തോടെ നേവി സംഘവും ഇവിടെ എത്തും. അങ്ങനെ എല്ലാവരും കൂടി സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും നടക്കുന്നത്. നമുക്ക് ധന്യ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും ഈ ഫയർഫോഴ്സിന്റെയൊക്കെ ഒരു ശ്രമം നമുക്ക് അവരുടെ ഒരു പരിശ്രമം നമുക്ക് ഒരു തരത്തിലും മാറ്റി നിർത്താൻ കഴിയുന്നില്ല. കാരണം ഈ ജോയിയെ കാണാതായി ഒരു 10-15 മിനിറ്റിനകം ഇവിടെ എത്തിയതാണ്. ഇതാണ്ട് 10-28 മണിക്കൂറായിട്ട് അവരും ഈ വെള്ളത്തിൽ ഇറങ്ങി ഇതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അറിയാം അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന ഒരു തോടാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്. അത്രത്തോളം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു തോടാണ്. എത്രത്തോളം മാറ്റിയാലും മാറാത്ത അത്രയും മാലിന്യമാണ് ഇതിൽ ഓരോ ദിവസവും വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കെട്ടുകണക്കിന് മാലിന്യങ്ങളാണ് അവിടെ വന്ന് അടിയുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് മാലിന്യം മാറ്റാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും ആ മാലിന്യം മാറ്റുന്ന പ്രവർത്തികൾ അല്പസമയം മുമ്പ് പോലും നടക്കുന്നുണ്ടായിരുന്നു. അത്രത്തോളം മാലിന്യമാണ് ധന്യ. അത് എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്ന് എനിക്കറിയില്ല. അത്രത്തോളം മാലിന്യമാണ് അവിടെ വന്ന് അടിഞ്ഞു കൊടുത്തത്. ശരിക്കും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടായത് മാലിന്യം കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു ടണൽ അല്ലെങ്കിൽ ഒരു പുഴ വന്ന് ഒരു പൈപ്പിനകത്തുകൂടെ ഒരു ആൾക്ക് കടന്നു പോകാൻ കഴിയുന്ന അത്ര വലിയ ഒരു പൈപ്പിലൂടെ ഒരു പുഴ ഒഴുകി പോവുകയാണ്. അത് ഭൂമിക്കടിയിലൂടെ ഇട്ടാൽ ഏതാണ്ട് 150 മീറ്ററോളം ഭൂമിക്കടിയിലൂടെ ഇടുകയാണെങ്കിൽ അതിനകത്ത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അതിലൂടെ ഒരാൾ ഒഴുകി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് പുറത്തുനിന്ന് പൈപ്പിലൂടെ വന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുഴുവനായി മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പുറത്തുനിന്ന് ഏതാണ്ട് 150 മീറ്റർ മാത്രമേ ഉള്ളൂ. വലിയ ഒരു ദൂരമൊന്നുമല്ല ഈ 150 മീറ്റർ എന്ന് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം ഭഗീരഥ പ്രയത്നം ഇവിടെ കാഴ്ചവെച്ചിട്ടും ജോയ് എവിടെയാണ് എന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. ഈ മാലിന്യം എന്ന് പറയുന്ന വലിയൊരു ദുരന്തം നമ്മുടെ മുൻപിൽ ഇത്തരത്തിൽ ഒരു വലിയ കെണിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് ധന്യ ഏറ്റവും പ്രധാനമായി നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം എത്തിയത് ഇന്നലെ. അതിനുശേഷം സ്കൂബ ടീം അംഗങ്ങൾ വന്നു. അതിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി NDRFന്റെ സംഘമെത്തി റോബോട്ടിക് സംവിധാനങ്ങളടക്കം ഉപയോഗിച്ച് നമ്മൾ പരിശോധന നടത്തി. ഇതിപ്പോൾ വൈകിട്ട് ആകുമ്പോഴേക്കും നേവിയുടെ സംഘം എത്തുന്നു. ഇത്രത്തോളം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ എന്നിട്ടും ഈ 150 മീറ്ററിനുള്ളിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ജോയിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം മാലിന്യമാണ് ഇവിടെ കുന്നുകൂടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആരാണ് ജോയിയുടെ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയ്ക്ക് കാരണക്കാരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളാണ് എന്നതിനപ്പുറത്തേക്കും മറ്റൊന്നും നമുക്ക് പറയാനില്ലാത്ത ഒരു കാര്യം തന്നെയാണുള്ളത്. അതിനും അപ്പുറത്തേക്ക് ഇത് ആരായിരുന്നു വൃത്തിയാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റെയിൽവേ നഗരസഭയെ കുറ്റം പറയുന്നു, നഗരസഭ തിരിച്ച് റെയിൽവേ ആയിരുന്നു ഇത് വൃത്തിയാക്കേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള വാക്പോരുകളും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഈ സംഭവം നടന്ന ഇന്നലെ ഏതാണ്ട് 11 മണി മുതൽക്ക് തന്നെ എല്ലാ മാധ്യമങ്ങളിലും നിർത്താതെ തന്നെ ഇത്തരത്തിൽ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരാളെ കാണാതാകുന്നു, മാലിന്യം നീക്കിക്കൊണ്ടിരിക്കുന്നു, മാലിന്യം നീക്കി തീരുന്നില്ല തുടങ്ങിയ എല്ലാ വാർത്തകളും വരുമ്പോഴും പിന്നെയും അവിടേക്ക് മാലിന്യം വന്നടിയുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിലേക്ക് മാലിന്യം വന്ന് വീഴുകയാണ് എന്ന് തന്നെയാണ് ധന്യ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അനാസ്ഥയ്ക്ക് ഒരു ജീവന്റെ വിലയാണ് നമ്മളിപ്പോൾ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ജീവന്റെ അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് ഇവിടെ ഈ പ്രവർത്തകർ, ഈ ഫയർഫോഴ്സ് സംഘം അടക്കമുള്ളവർ ഇന്നലെ മുതൽക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതാണ് അവരുടെ സ്വന്തം ജീവൻ പണയം വെച്ച ഇതിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് അവർ ഈ ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ തവണ ഇത് പറയുമ്പോഴും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ വെള്ളത്തിലേക്ക് നമുക്കിവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് മൂക്ക് പൊത്താതെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് തന്നെയുള്ളത്. അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രദേശത്താണ്
ആണ് ഈ തോടിന്റെ ഒരു അവസ്ഥ അത്രത്തോളം ദുഷ്കരമാണ്. അതിനുള്ളിലേക്കാണ് ഇറങ്ങിപ്പോയി മുങ്ങി തപ്പുക എന്ന് പറയുമ്പോൾ അവരെ എത്ര കണ്ട് നമിച്ചാലും മതിയാകാത്ത അത്രയും വലിയൊരു പ്രവർത്തനം തന്നെയാണ് ഈ ഫയർഫോഴ്സ് സംഘങ്ങൾ ഇന്നലെ മുതൽക്ക് തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്കൂബ ഡൈവിംഗ് അംഗങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പരിഗണന തന്നെയാണ് ആരോഗ്യ വകുപ്പ് അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഇവിടെ മെഡിക്കൽ സംഘത്തെ അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാത്തരം സംവിധാനങ്ങളും ഇവിടെ മെഡിക്കൽ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയാനുള്ളത്, ഇന്നലെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഈ ഒരു അപകടം നടക്കുന്നതിന് മുമ്പായിരുന്നു മഴ പെയ്തത്. ആ ഒരു മഴയിലുണ്ടായ പെട്ടെന്ന് വന്ന വെള്ളത്തിലാണ് ജോയി ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. അതിനുശേഷം തിരുവനന്തപുരത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാർമേഘമൊക്കെ ഇരുണ്ട് മൂടി വരികയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് 4 മണി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു 6 മണി 6:30 വരെ മാത്രമാണ് ഈ സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾക്കൊക്കെ അകത്ത് പോയി പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഈ ഇരുട്ടായി കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഒരു കുറവുണ്ട്. പ്രത്യേകിച്ച് ഈ ഓക്സിജന്റെ അടക്കം ലഭ്യത കുറവാണ്. നിലവിൽ ഈ പകൽ സമയത്ത് ഇറങ്ങുമ്പോൾ പോലും അത്തരത്തിൽ വെളിച്ചം അവർക്ക് ലഭിക്കുന്നില്ല. ടോർച്ച് അടക്കമുള്ള സംവിധാനങ്ങളുമായി പോയിട്ടാണ് അവർ ഇത് നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം മാത്രമാണുള്ളത്.